അഡ്വക്കേറ്റ് ടി പി മിനി, മുൻകൂർ ജാമ്യാപേക്ഷ നിരാകരിച്ചുകൊണ്ട് വളരെ രൂക്ഷമായ പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഇന്നലെ നടത്തുകയുണ്ടായി. പ്രമാദമായ പല കേസുകളും കോട്ട് ചെയ്യുകയുണ്ടായി. ഡിഫമേഷൻ ഇരയ്ക്ക് ഉണ്ടാക്കുന്ന വിധത്തിൽ പെരുമാറുന്നതിനെതിരെ മുന്നറിയിപ്പ് കൊടുക്കുകയുണ്ടായി കോടതി. ഇതൊക്കെ കഴിഞ്ഞിട്ടും കേരള പോലീസിന് ഇത്രയൊക്കെ സമയമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് സിദ്ദിഖിനെ പിടിക്കാൻ കഴിയാത്തത്? അത് പിടിക്കാൻ കഴിയാത്തതാണോ അതോ പിടിക്കണ്ട എന്ന് വെക്കുന്നതാണോ? പിടിക്കണ്ടെന്ന് വെക്കുന്നതാണ്. കേരള പോലീസ് അങ്ങനെ മിടുക്കില്ലാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ, നമുക്ക് നല്ലതായിട്ട് അറിയാം. ദിലീപിനെ പിടിച്ചെങ്ങനെയാണ്? ഈ കേസ് ഇത്ര ദിവസമായിട്ട് ഇപ്പം ഞാൻ കവിയൂർ പൊന്നമ്മയുടെ സംസ്കാര പരിപാടികളായിട്ട് നിന്നിപ്പോൾ അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നു, ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഒരു തരത്തിലും ചോദ്യം ചെയ്യാൻ ചോദ്യം ചെയ്ത് വിടുകയെങ്കിലും ചെയ്യണ്ടേ? ശരി, ചോദ്യം ചെയ്ത് വിടാം. ചോദ്യം ചെയ്യാൻ പോലും SIT വിളിച്ചില്ല. SIT ഞാൻ ഇതിൽ കാണുന്നത് SIT ഒക്കെ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് ഇപ്പോൾ സ്ത്രീകളാവുമ്പോൾ സ്ത്രീകളുടെ കേസിൽ സ്ത്രീകൾ തന്നെ അന്വേഷിക്കണം, സ്ത്രീകളുടെ കേസ് സ്ത്രീകൾ തന്നെ ഹിയർ ചെയ്യണം, ട്രയൽ നടത്തണം എന്നൊക്കെയുള്ള നമ്മളുടെ ഒരു തെറ്റായ ധാരണയാണ് എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ സ്ഥിരമായി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പം ഞാൻ ഇന്നലെയൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സിദ്ദിഖ് ഇന്നലെ തന്നെ പോയി എന്നായിരുന്നു. പക്ഷെ ഇന്നത്തേക്ക് ചിത്രം മാറുകയാണ്. ഇന്ന് വെളുപ്പിന് 3 മണിക്കാണ് സിദ്ദിഖ് പോയേക്കണത്. അപ്പോൾ സിദ്ദിഖ് ആ വീട്ടിലുണ്ടായിരുന്നു. സിദ്ദിഖിൻ്റെ വീട്ടിൽ പോയിട്ട് യഥാർത്ഥത്തിൽ പോലീസ് അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിപ്പോർട്ട്. അവിടെ പുറത്തു പോയിട്ട് ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയേണ്ട കാര്യമില്ല. കാരണം അപ്പോൾ അതൊരു ധാരണപ്പുറത്ത് കാര്യങ്ങൾ ചെയ്യുന്നതാണെന്ന് നമ്മൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. പോട്ടെ, ഒന്ന് സുപ്രീം കോടതിയൊക്കെ പോയി നോക്കട്ടെ, കിട്ടുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ഒരാൾ ഉപദ്രവിക്കേണ്ടല്ല എന്ന നിലയിലുള്ള ഒരു ധാരണ തീർച്ചയായിട്ടും. കാരണം അയാൾ അത്രയധികം ഹോൾഡുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഹരീഷ് അതിൽ പറഞ്ഞ ഈ ക്രിമിനൽ ട്രയൽ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എവിഡൻസ് ഇപ്പം ഇത്രയും വൈകിയ ഒരു പരാതിയാണ്, തെളിവില്ല എന്ന് തന്നെ കരുതും. പക്ഷേ ഇത്തരം കേസുകളിൽ ഇപ്പോൾ ഞാൻ നടിയെ ആക്രമിച്ച കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ടുള്ള സാറ് പറയും, ഈ നടിയെ ആക്രമിച്ച കേസിന് ഒരു ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടെന്ന് പറയും. ഞാനതിന് പറയും പ്രകൃതിയുടെ കയ്യൊപ്പുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഏത് ഘട്ടത്തിലും ആ വിക്ടിമിനെ സംരക്ഷിക്കുന്ന ഒരു കവചം സൊസൈറ്റിയിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും, വലിയ വിഭാഗം ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥ പ്രൊട്ടക്ഷൻ കിട്ടേണ്ട സ്ഥലങ്ങളിൽ നിന്നൊന്നും കിട്ടുന്നില്ല. സ്വാഭാവികമായും ഈ പ്രൊട്ടക്ഷൻ എവിടെ നിന്ന് കിട്ടും? അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന കാര്യത്തിൽ തെളിവുകൾ നമ്മൾക്ക് കൊണ്ടുതരുന്ന ഒരു രീതിയുണ്ട്. അത് തന്നെയാണ് ഈ കേസിലും ഉണ്ടാവുക. പക്ഷേ ഹരീഷ് പറഞ്ഞ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം, ബിലേറ്റഡ് ആയിട്ടുള്ള ഈ ഘട്ടത്തിലും ഉള്ള തെളിവുകൾ കളക്ട് ചെയ്യുന്നതിന് പോലും ശ്രമിക്കാതെ പ്രതിയെ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഉള്ള തെളിവുകൾ അങ്ങനെ പോലീസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്.